4. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ആരെ അയക്കും? ഏലിയാവിനെ അയക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഈ 24 പോലെ ആകത്തില്ല 25. സ്തോത്രം. കുറച്ചുകൂടെ കട്ടിയേറിയ ഒരു വർഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ, ആമേൻ, മനുഷ്യൻ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നത് പോലെ ഒരു നാൾ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പ്രവാചകന്മാരും നമ്മോട് വിളിച്ചു പറയാൽ, ആമേൻ, നീ വിശ്വാസം കണ്ടെത്തുമോ? ആമേൻ. കർത്താവിന്റെ വരവിന് മുൻപ് നീ വിശ്വാസം കണ്ടെത്തുമോ? പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ 2700 വർഷം മുൻപേ ജനത്തോട് പറഞ്ഞ ഒരു ദൂത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കുമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സകല മുഴങ്കാലുകളും, ആമേൻ, സകല ഉന്നതന്മാരും, സകല ആമേൻ ആമേൻ രാജപാദപീഠങ്ങളും ഒരു വൈറസിന്റെ മുമ്പിൽ, ആമേൻ, സ്തോത്രം, വിറച്ച് തല കുനിച്ച് സൂര്യനെ പോലും കാണാൻ, ആമേൻ, അറച്ച് ഇരുട്ട് മുറിക്കകത്ത് പാർത്തത് ഞാനും നിങ്ങൾ കണ്ടൊരു വർഷമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്നത്, ദൈവം ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെ നിത്യതയുടെ തുറമുഖത്തിൽ ചേർക്കേണ്ടതിന് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവത്തിന്റെ ദിവസം വരാൻ പോകുന്നു. ആമേൻ. ഈ ഭൂപരപ്പിൽ എന്ത് വേണ്ടെന്ന് വെക്കുമോ, ഈ ഭൂപരപ്പിൽ എന്ത് വേണമെന്ന് വയ്ക്കുമോ, അതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന മഹാരാജാവായ ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ ഒരു വരവേൽപ്പിന് വേണ്ടി ദൈവജനം ആമെ കാതോർക്കേണ്ട സമയം ആസന്നമായിട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, ഈ വേദപുസ്തകത്തിനകത്ത് 39ാമത്തെ പുസ്തകമായിട്ടാണ് ഈ മലാക്കി പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നത്. ഇതിനകത്ത് തന്നെ, ആമേ, സ്തോത്രം, ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഏതിനാൽ എന്നെ പരീക്ഷിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ, നിങ്ങൾ എന്നെ ഏതിനാലാണ് പരീക്ഷിക്കുന്നത്? ദശാംശത്തിലാണോ? വഴിപാടിലാണോ? കൊടുക്കുന്നതിലാണോ? അതിഥി സൽക്കാരത്തിലാണോ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നത്? നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത്? ആമേൻ. അപ്പോൾ തന്നെ പ്രവാചകൻ പറയുന്നു, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കൂ. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞ് 3-ാം അധ്യായം വിട്ട ശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ പ്രവാചകൻ പറയുന്നു, ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്ന് വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താക്കോൽ അധ്യായം എന്ന് പറഞ്ഞാൽ 4-ാമത്തെ അധ്യായം തന്നെയാണ്. 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ, ആമേൻ, 2-ാമത്തെ 1-2 വാക്യം ആണ് ഈ അധ്യായത്തിന്റെ താക്കോൽ പദങ്ങൾ. സ്തോത്രം. നിങ്ങൾ മറന്നു പോകരുത്. പ്രവാചകന് കൊടുക്കേണ്ട ദൂതാണ്. ആമേൻ. ഉൽപ്പത്തിയില് വെളിപ്പെടാത്തത് പുറപ്പാടിൽ വെളിപ്പെട്ടു, പുറപ്പാടിൽ വെളിപ്പെടാത്തത് ലേവിയിൽ വെളിപ്പെട്ടു, ലേവിയിൽ വെളിപ്പെടാത്തത്, ആമേൻ, സംഖ്യയിൽ വെളിപ്പെട്ടു, സംഖ്യയിൽ വെളിപ്പെടാത്തത് ആവർത്തനത്തിൽ വെളിപ്പെട്ടു, ആമേൻ, ആവർത്തനത്തിൽ വെളിപ്പെടാത്തത് മലാക്കിയിൽ വെളിപ്പെട്ടു. എന്തെന്നറിയാമോ? മനുഷ്യൻ, ആമേൻ, ഈ ദിവസങ്ങളിൽ തന്റെ ഇരിപ്പിടങ്ങൾ മറക്കുന്നു, തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ മറക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ, ആമേൻ, ഈ വേദപുസ്തകത്തിന് മുമ്പിൽ ആയിരിക്കുന്ന ദൈവജനത്തോട് കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് ആകെയുള്ള വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ 55 വാക്യങ്ങളേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. 55 വാക്യങ്ങൾ, ആമേൻ, ആമേൻ, അടങ്ങപ്പെട്ട ഈ പുസ്തകത്തിനകത്ത് നിന്നുകൊണ്ട്, ആമേൻ, സ്തോത്രം, 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യഹോവയുടെ വലിയതും ഭയങ്കരവുമായ നാൾ വരുന്നു. അതിന്റെ, സ്തോത്രം, 3-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോ അതിനകത്ത് ദൈവം, ആമേൻ, മഹാദൈവം, ജ്ഞാനികളിൽ ജ്ഞാനിയായ ദൈവം, ഇതിനകത്തൊരു ദൂത് വിളിച്ചു പറയുന്നു, ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും. യോവേലിൽ, ആമേൻ, ഇറങ്ങി വന്ന വെട്ടിക്കിളി മലാക്കിയിൽ തമ്പുരാൻ ശാസിച്ചു. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവം ശാസിക്കേണ്ടതിനെ ശാസിക്കും. ആമേൻ. ദൂത് സ്വീകരിച്ച ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിയും? ഹല്ലേലൂയ. ദൈവ പൈതലേ, ഈ രാത്രി നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ.
പലപ്പോഴും നമ്മൾ പലതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരാ. പക്ഷെ ഇവിടെ പറയുന്നത് ഞാൻ ശ്വാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളയ എന്ന് പറഞ്ഞാൽ ആമേൻ തുള്ളം ശേഷിച്ചതിനെ, ആമേൻ പച്ചപ്പുഴു തിന്നുകളഞ്ഞതിനെ, വെട്ടിക്കളഞ്ഞതിനെ, ഹല്ലേലൂയ, ആമേൻ ഞാൻ ഇനി നിന്റെ ദേശത്ത് ഞാൻ നിന്നെ മാനിക്കുന്ന നാളുകളെന്ന് പ്രവാചകൻ പറയുകയാണ്. ഹല്ലേലൂയ, ആമേൻ. 2024 ചിലപ്പോൾ നമുക്ക് നഷ്ടമാണ് വന്നിരിക്കുന്നത്. വേദനയായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം. പക്ഷെ തമ്പുരാൻ പറയുന്നു, ആ സങ്കടത്തെ ഈ വർഷത്തിന്റെ അവസാന മണിക്കൂറുകളിൽ, ഈ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ചിലതിനെ ശാസിക്കും തമ്പുരാൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശാസിച്ച് അതിനകത്തൊന്ന് പുറത്തെടുക്കും. ആമേൻ. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് കേട്ടോ. ഹല്ലേലൂയ. ചിലതിനെ ദൈവം ശാസിക്കുന്ന ആമേൻ രാത്രിയാണ് ഈ രാത്രി. നിന്റെ കുടുംബത്തിൽ ആമേൻ മുളച്ചു വരുന്നതിനെ വെട്ടിക്കളയുന്നത്. ഹല്ലേലൂയ. പച്ച പിടിച്ചു വരുന്നതിനെ ആമേൻ മുച്ചോട് പിഴുത് നശിപ്പിച്ചു കളയുന്നത്. ആമേൻ. നിന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കാനുള്ളതിനെ ആമേൻ സ്തോത്രം, അതിനെ വഴിയിൽ വെച്ച് ലോക്ക് ചെയ്ത് അതിനെ പുറംലോകം കാണിക്കത്തില്ല എന്ന് പറഞ്ഞ് ബന്ധിച്ചു വച്ചതിനെ തമ്പുരാൻ ഇന്ന് രാത്രി ശാസിച്ചിട്ട് നിന്റെ നിലത്തെ അനുഭവങ്ങളാൽ നിറയപ്പെടുന്ന ഒരു വർഷമെന്ന് ചില ദിവസങ്ങളെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുകയാ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ദൈവ പൈതലേ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ ശബ്ദം ഇന്ന് രാത്രി ആരോടൊക്കെയോ ഈ രാത്രി ദൂത് വിളിച്ചു പറയുന്നു. വചനത്തിൽ വെളിപ്പാടിൽ കൂടെ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ, ദൈവ പൈതലേ, ദൈവത്തിന് ഇന്ന് രാത്രി അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് ഇന്ന് ആമേൻ സ്വതം ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ആലോചന കൈമാറുകയാ. വിശ്വാസമുണ്ടെങ്കിൽ ആമേൻ സ്വീകരിച്ചോ. ദൈവാത്മാവിൽ വെട്ടിക്കിളിയെ ഇന്ന് രാത്രി ശാസിക്കുകയാ. ആമേൻ, ആമേൻ. സ്വതന്ത്രം അടുത്ത് പറയുന്നതാണല്ലോ, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം പ്രൈസ് ദി ലോർഡ് കൊഴിഞ്ഞു പോകാതെ, അതിനെ തകർത്ത് കളയാതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലപ്പോ അതിന്റെ ജീവിതത്തിൽ മുളച്ചു വരുന്ന ചില മുന്തിരിക്കുലകൾ അതിൻ്റെതായ നിലയിൽ അനുഭവം പ്രാപിക്കാൻ കഴിയാത്ത തലങ്ങളിൽ സ്തോത്രം സമയത്തിന് മുൻപേ അതിനെ വേരോടെ, അല്ലെങ്കിൽ അതിന്റെ കായ്ഫലം അതിന്റെ പൂർണ്ണതയിൽ എത്താതെ അതിനെ നശിപ്പിച്ചു കളഞ്ഞ ചില നാശങ്ങളെ ഇന്ന് രാത്രി തമ്പുരാൻ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ വന്ന് ചേരേണ്ടതാ, നിന്റെ തലമുറ കഴിക്കേണ്ട ആ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, നിന്റെ തലമുറയുടെ നാവിലേക്ക്, അതിന്റെ കരങ്ങളിലേക്ക് എത്തിക്കാതെ അതിനെ മുച്ചോട് നശിപ്പിച്ചു കളയുന്ന ചില വെട്ടിക്കിളികളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ശാസിച്ച് വരുന്ന പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ നിറക്കളയിക്കുന്ന ഒരു സ്വർഗമെന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി ആ ദൂത് സ്വീകരിക്കും? വൈതലേ, എന്റെ ദൈവം ഉന്നതങ്ങളിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി വെട്ടിക്കിളികളെ ശാസിക്കുന്ന ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി മാത്രമാണ് വെട്ടിക്കിളികളെ തമ്പുരാൻ ശാസിക്കുന്നത്. ഈ രാത്രി നോയിക്കേ, ഹല്ലേലൂയ, വചനത്തിന്റെ വെളിപ്പാടിനകത്തേക്ക് നാം ഇറങ്ങി വരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മലാക്കി പ്രവാചകന് ദൈവം കൊടുത്തിരിക്കുന്ന കേവലം 4 അധ്യായങ്ങൾ കൊണ്ട് സ്തോത്രം ഒരു ബൗണ്ടറി എന്ന പോലെ അതിനെ തിരിച്ച് അകത്ത് നിർത്തി ഓരോ വാക്യത്തിനകത്തും 1000 ദൂതുകളും അതിന്റെ ആഴങ്ങളും മർമ്മങ്ങളും നിഴലുകളും പൊരുളുകളും വെളിപ്പെടുത്തി കൊടുത്ത് മേലാൽ ഒരു പ്രവാചകന് പോലും ഇനി അതിനകത്ത് ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഉണ്ട് എന്ന് പറയാത്ത നിലയിൽ സകലത്തെയും പൂർണ്ണമാക്കി സ്തോത്രം ഇനി ഇല്ല എന്ന് പറഞ്ഞതിനെ കൂടെ പൂർണ്ണമാക്കിയിട്ട് ഹല്ലേലൂയ
ഈ ജനത്തിനിടയിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആലോചനയുടെ മറവിൽ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ കത്തിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില നീറിപ്പുകയുന്ന വിഷയത്തിന് നടുവിൽ സ്വർഗം പറയുന്നു, ഇല്ല, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബനപരഗദന വൈഡമനാരകൽക്കനാദികര ശംധരേകര. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വെട്ടിക്കിളികളെ ശാസിക്കുന്ന, അല്ലോ രാഹുൽ ബ്രദറെ, ആ ഒരു ആമേൻ പറയാമോ? നിങ്ങൾക്ക് വേണ്ടി വെട്ടിക്കിളിയെ ശാസിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. രാജേഷ് ബ്രദറെ, ആമേൻ പറയാമോ? എന്റെ കുടുംബത്തിന് വേണ്ടി വെട്ടിക്കിളികളെ ശാസിക്കാൻ ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ദൈവം അറിയാതെ ഇന്ന് രാത്രി ഒന്നും സംഭവിക്കത്തില്ല. നീ ഭാരപ്പെടണ്ട കേട്ടോ. നിന്റെ ജീവിതത്തിനകത്ത് അവസാനത്തെ ഒരു കല്ല് പോലും സ്തോത്രം ബാക്കി ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ദാനിയേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നു, കൈ തൊടാതെ ഒരു കല്ല് അടർന്നു മാറും. ഇന്ന് രാത്രി ആരോടൊക്കെ പറയുന്നു, നീ പ്രതികരിക്കാൻ പോകണ്ട കേട്ടോ. നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന, നീ ദൈവത്തിന്റെ ഫേവറായി മാറാൻ നിനക്ക് കഴിയുമെങ്കിൽ, നീ ദൈവത്തിന്റെ ഫേവറായിട്ട്, നീ ദൈവത്തിന്റെ പൈതലായി, നീ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ വഴികൾ നടക്കാൻ നീ ആഗ്രഹിക്കുമെങ്കിൽ, അഭിഷക്തന് നിന്നോട് തന്നെ ഇന്ന് രാത്രി ആലോചന കൈമാറുന്നു. നീ ദൈവത്തിന്റെ ഫേവർ ആണെങ്കിൽ നിനക്ക് ചോദിക്കാം. വാക്യം കിടപ്പുണ്ട്, മക്കളെങ്കിലോ അവകാശികളും. ഇന്ന് രാത്രി അവകാശത്തിന് നടുവിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥൻ, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവൻ വിളിച്ചു പറയുന്നു, ഞാൻ എന്റെ ദിവസം വരും, അതിനു മുമ്പേ ഞാൻ ഏലിയാവിനെ അവിടെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് 31-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാമോ? യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. അവിടെ യോവേൽ എന്താണ് പ്രവാചകനിൽ കൂടെ ദൈവം സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2:31 ആമേൻ. സ്തോത്രം. നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. അതോ ദൈവത്തിന്റെ വരവിന് അല്പം മുൻപ്, ഭയങ്കരമുള്ള ദിവസം വരും മുൻപ്, ദൈവം സൃഷ്ടിക്കപ്പെട്ട സൂര്യനും ചന്ദ്രനും അതിന്റെ സ്വഭാവങ്ങളെ ദൈവം മാറ്റും. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട തന്റെ സൃഷ്ടികളുടെ സ്വഭാവത്തെ ദൈവം അങ്ങ് മാറ്റും. ഹല്ലേലൂയ. അതിലേക്ക് പോയി കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകേണ്ടി വരും. അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ യോശുവയുടെ പുസ്തകത്തിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ചന്ദ്രനെ നീ ആമേൻ അവിടെ നിൽക്ക്, ആമേൻ, സൂര്യനെ നീ ഇവിടെ നിൽക്ക്, എനിക്കിന്ന് രാത്രി പ്രവർത്തിപ്പാനുണ്ട്. ആമേൻ. സൂര്യനെയും ചന്ദ്രനെയും രണ്ടിനെ പിടിച്ചു നിർത്താൻ തന്റെ അഭിഷക്തനായ മോശയ്ക്ക് കഴിയാതിരിക്കുമ്പോൾ യോശുവയിൽ കൂടെ ദൈവം ചെയ്തെങ്കിൽ, ഇന്ന് രാത്രി ആലോചന കൈമാറാം. നിന്റെ പിതാവിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയാത്തത് നിന്റെ തലമുറയിൽ കൂടെ തമ്പുരാൻ ചെയ്യും. ഹല്ലേലൂയ. എന്റെ കർത്താവ് വിശ്വസ്തനാട്ടോ. ഹല്ലേലൂയ. പിതാവിൽ കൂടെ ചെയ്യിക്കാൻ പറ്റാത്തതിനെ, മോശയുടെ കാലഘട്ടങ്ങളിൽ ചെയ്യാൻ കഴിയാത്തതിനെ, മോശയ്ക്ക് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്തതിനെ, യോശുവയുടെ കാലഘട്ടങ്ങളിൽ സൂര്യനെ ചന്ദ്രനെ പിടിച്ചു നിർത്താൻ അധികാരം സ്തോത്രം യോശുവയ്ക്ക് തമ്പുരാൻ പകർന്നെങ്കിൽ, അവിടെ എന്താ യോശുവയുടെ ദൈവം പറഞ്ഞത്? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഞാൻ ഇരിക്കും. ഹല്ലേലൂയ. ആമേൻ. സൗകര്യം ഉണ്ടെങ്കിൽ ഇരിക്കാന്നല്ല പറഞ്ഞേ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ. ഞാൻ നിന്റെ കൂടെ നടക്കും. ആമേൻ. ഞാൻ നിന്റെ കരം പിടിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരിക്കലും ആമേൻ മറന്നു കളയുന്ന ദൈവമല്ല. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യൻ മറന്നു പോകുക.
പലതും മറന്നു പോകും. പക്ഷെ ഇന്ന് രാത്രി മറക്കാത്ത ഒരുവനുണ്ട്. അവൻ നിന്റെ അടുത്തൊന്ന് പറയുക, യഹോവയുടെ വലുതും ഭയങ്കരവുമുള്ള ദിവസം വരും മുൻപേ സൂര്യൻ എന്ത് ചെയ്യും? ഇരുളായും ചന്ദ്രൻ രക്തമായും മാറും. അതിനപ്പുറത്തൊരു ആലോചനയുണ്ടെങ്കിൽ 32-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഈ ചന്ദ്രൻ അല്പം മുൻപ് ദൈവത്തിന്റെ വരവിന്, ഭയങ്കരമുള്ള ദിവസത്തിന് ചില മിനിറ്റ് മുൻപ് സ്വർഗം കൈമാറുന്ന ദൂത് കണ്ടോ? എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ എന്ത് ചെയ്യും? അവൻ ഏവരും രക്ഷിക്കപ്പെടും. യഹോവ അരുളിച്ചതുപോലെ സൂര്യൻ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിതഗണം രക്ഷിച്ചവരുടെ കൂട്ടത്തിൽ യഹോവ സ്തോത്രം, പ്രൈസ് യഹോവേ വിളിക്കപ്പെട്ടവരും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ വിളിക്കപ്പെട്ടവർ ഒരു രക്ഷിതഗണം ചില ശേഷിപ്പിനകത്തു നിന്നും ശിക്ഷാവിധി കുടുങ്ങിക്കിടക്കാതെ ചിലരെ ദൈവം അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ക്രൂശിലെ കള്ളൻ, ഹല്ലേലൂയ, 2 കള്ളന്മാർ അപ്പുറവും ഇപ്പുറവും കർത്താവിനെ നടുക്ക് ക്രൂശിക്കുമ്പോ അതിൽ ഒരു കള്ളൻ പറഞ്ഞു, കർത്താവേ, നീ ദൈവപുത്രൻ ഞാൻ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നീ എന്നോട് കൃപയുണ്ടാക്കണം. സ്തോത്രം, നീ എന്നെയും കൂടെ ചേർത്തുകൊള്ളു. കർത്താവ് എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. മറ്റു കള്ളൻ പറഞ്ഞു, നീ മിണ്ടാതിരിടാ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത്, നീ ഇന്ന് എന്റെ കൂടെ പർദീസയിലിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം നീ എന്റെ കൂടെ പർദീസയിലിരിക്കും. പറഞ്ഞത് വെറും വാക്കല്ല കേട്ടോ, ഭംഗി വാക്കല്ല പറഞ്ഞത്, അവന് നിറവും ഗുണവും കൊണ്ട് പറഞ്ഞതല്ല. ഇന്ന് രാത്രി നിറവും ഗുണവും കൊണ്ട് പറയുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം അതല്ല. ഇന്ന് രാത്രി സ്തോത്രം, സമ്പത്തിന്റെ പിന്നാലെ പായുന്നതല്ല ദൈവത്തിന്റെ ശബ്ദം. ആമേൻ, ഹല്ലേലൂയ. ഭംഗിയുടെ പിന്നാലെയോ സ്തോത്രം, സമ്പത്തിന്റെ പിന്നാലെയോ കുലത്തിന്റെ പിന്നാലെയോ സ്തോത്രം, പ്രൈസ്, കറുത്തവനെന്നോ വെളുത്തവനെന്നോ അവന്റെ പിന്നാലെയോ പായുന്നതല്ല സത്യവേദ പുസ്തകത്തിലെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഒരു വസ്ത്രം പോലും ഉടുക്കാൻ അറിയാത്ത മുഖ്യഗണത്തെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. സ്തോത്രം, അവരെ ഏൽപ്പിച്ചു ശുശ്രൂഷകൾ. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും അന്നത്തെ ബൈബിൾ കോളേജിന്റെ പടിവാതിൽ പോലും കാണാത്ത പത്രോസിൽ കൂടെ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റില്ലേ? അവന്റെ നിഴൽ തട്ടുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ രോഗികൾ സൗഖ്യമായില്ലേ? പക്ഷപാതക്കാർ എഴുതി നടന്നില്ലേ? എന്തെന്നറിയാമോ? ഇതിനകത്തൊരു ഫേവർ വെളിപ്പെട്ടു. ഇതാരുടെ ഫേവറാ? സ്വർഗത്തിലെ ദൈവത്തിന്റെ ഫേവർ. അവൻ ആ കാലഘട്ടങ്ങളിൽ പത്രോസിന്റെ മേൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, സൂര്യൻ ചുമക്കുന്നതിന് മുൻപേ, ചന്ദ്രൻ അതിന്റെ സ്വഭാവങ്ങൾ മാറുന്നതിന് മുൻപേ ഒരു രക്ഷിതഗണം എണീക്കും. ഇന്ന് രാത്രി അത് നോക്കി ഈ രാത്രി ഇരിക്കുന്ന ദൈവം നിന്നെ നോക്കി സ്വർഗം പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് ചിലർ സംഭവിക്കും മുൻപേ ചിലതിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നാഴിക വിദൂരമല്ലെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താ അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേഗം വരാം. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയുന്നൊരു ദൂത് നോക്കിയേ. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ദൂത് അവിടെ വായിക്കുന്നു. ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. ഒരു ആമേൻ, നല്ലൊരു ആമേൻ പറഞ്ഞേ, പിശുങ്കില്ലാതെ ഒരു ആമേൻ പറഞ്ഞേ. വരുവാനുള്ളവൻ അവൻ തന്നെ. നോക്കൂ, 13, 15, 16, 17 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോ ഹല്ലേലൂയ അവിടെ വായിക്കുന്ന വാക്യം ശ്രദ്ധിച്ച്, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. ഹല്ലേലൂയ. എന്നാൽ അടുത്തൊരുത്തൻ വരുന്നു, അവന്റെ പേരാ യേശു. ഹല്ലേലൂയ. അവൻ ഏലിയാവിന് മുൻപേ ഇവിടെ ഉണ്ടായിരുന്നു. ആമേൻ. ഏലിയാവിന് മുൻപേ
ഈ പ്രവാചകൻ ഉണ്ടായിരുന്നു. തെളിവ് വേണോ? ആ പ്രവാചകനാ ഏദൻ തോട്ടത്തിൽ അറുക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആ പ്രവാചകൻ അന്ന് അറുക്കപ്പെടാതിരിക്കുമ്പോൾ അന്നത്തെ അഭിഷേകം നടന്നത് പാത്രത്തിലെ തൈലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പാത്രത്തിൽ തൈലം കൊണ്ടുപോയി അഭിഷേകം ചെയ്യുമായിരുന്നു. പക്ഷേ ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ ആ പാത്രത്തിലെ തൈലം കൊമ്പിനകത്തായി. സ്തോത്രം പറഞ്ഞേ. എന്ന് രാത്രി ആ തൈലം കൊമ്പിനകത്ത് കയറി. ആ കൊമ്പിനകത്ത് കയറിയ തൈലമുണ്ടല്ലോ, ആ തൈലം അഭിഷക്തന്മാരെ രാജാവായും പുരോഹിതന്മാരായും പ്രവാചകന്മാരായും ശ്രേഷ്ഠ ശുശ്രൂഷകന്മാരായും അഭിഷേകം ചെയ്യുവാൻ ആ കാലഘട്ടത്തിൽ ആദമ്യ പാപത്തിന് മുൻപേ ഒരുത്തൻ അറുക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ തോലുണ്ടായത്. ഹല്ലേലൂയ. ആമേൻ. പാപം ചെയ്തു മാറിയ ജനത്തിന് നഗ്നത മറയ്ക്കാൻ സ്വർഗം അവിടെ യാഗമായി തീർന്നെന്ന്. അതാ പറഞ്ഞത്, ഇത് അബ്രഹാമിന് മുൻപേ ജനിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഇവൻ ഏലിയാവിന് മുൻപേ ശുശ്രൂഷ ഏറ്റെടുത്ത ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയാൻ പറ്റും, ഏലിയാവാണോ നമ്മുടെ ദൈവം? വചനം പറയുന്നു, ഏലിയാവിന്റെ ദൈവമാം നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പറയാം, അബ്രഹാമിന്റെ ദൈവമാം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് പറയാം വിശ്വാസത്തോടെ, ഇസ്ഹാക്കിന്റെ ദൈവമാം നമ്മുടെ ദൈവം. അടുത്തും പറയാം, യാക്കോബിന്റെ ദൈവമാം നമ്മുടെ ദൈവം. ഇന്ന് രാത്രി പറയാം, നമുക്ക് പറയാം, പ്രൈസ് ദി ലോർഡ്, മൊർദെഖായിയുടെ ദൈവമാം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആലോചന കൈമാറട്ടെ, എസ്തേറിന്റെ ദൈവമാം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് പറയാം, അബ്രഹാമിന്റെ ഭാര്യ സാറ പറഞ്ഞു, അവൻ വിശ്വസ്തനെന്ന് എബ്രായ ലേഖനം 13 പറയുന്നു. അവൻ സാറയുടെ ദൈവമാ നമ്മുടെ ദൈവം. മനസ്സിലാകുന്നുണ്ടോ? എവിടെ അവിശ്വസ്തത തള്ളിക്കളഞ്ഞു, അവന്റെ നാവിൽ കൂടെ വിശ്വാസത്തിന്റെ ആഴം കൊടുത്ത് പുറത്തെടുത്ത ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവമാണ് ഏദൻ തോട്ടത്തിൽ ഏലിയാവിന് മുൻപേ പ്രത്യക്ഷനായി യാഗം കഴിഞ്ഞ് അനേക പുരോഹിതന്മാരെയും നോഹയുടെ കാലഘട്ടങ്ങളിലും സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹാനോക്കിന്റെ കാലഘട്ടങ്ങളിലും സ്തോത്രം, ദൈവത്തോട് കൂടെ നടന്ന വർഷങ്ങൾ കൂടെ നടന്ന ഹാനോക്കിന്റെ തലമുറകളെയും അവരുടെ തലമുറകളെയും പാരമ്പര്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവം തലമുറയായി അവൻ നിന്റെ സങ്കേതവും അവൻ നിന്റെ ബലവും അവൻ നിന്റെ കോട്ടയുമായിരിക്കുന്നു എന്ന് തിരുവെഴുത്തുകൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിലായിരിക്കുന്ന കർത്താവിന്റെ പൈതല്, നിന്റെ ഫേവർ ദൈവവുമായിട്ട് ഒരു കണക്റ്റിംഗ് ആണോ എങ്കിൽ ഇന്ന് രാത്രി നിന്നെ ഏകനായി വിടാത്തൊരു ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് ദൈവത്തിന്റെ അഭിഷേകം ചലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർ നല്ല ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന ഒരു വീട്ടിനകത്തല്ലേ എന്നൊരു ഫീൽ മാറട്ടെ. ഞാൻ ഇരിക്കുന്ന കൂട്ടായ്മയ്ക്കകത്താ, ഞാൻ ഇരിക്കുന്നത് ദൈവവചനത്തിനകത്താ, ഞാൻ സഞ്ചരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിലാ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നു. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ നടക്കുന്നത് ദൈവം അറിയുന്നു, ഞാൻ ഇരിക്കുന്നത് ദൈവം അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് ദൈവം അറിയുന്നു. അങ്ങനെയെങ്കിൽ ഇത് രാത്രി പറ, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. അതാണ് സ്തോത്രം. മാർക്കോസ് ലേഖനം എഴുതുമ്പോൾ, മാർക്കോസിന്റെ സുവിശേഷം താനിങ്ങനെ എഴുതി വരുമ്പോൾ അതിനകത്ത് 9-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ മാർക്കോസ് സുവിശേഷത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് 9-ന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഒരു ദൂത് സ്തോത്രം വിളിച്ചു പറയും നമുക്ക് കാണാം. 9-11 പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താ വായിക്കുന്നത്? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ വാദിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 9-ന്റെ 12, 9-ന്റെ 13, സ്തോത്രം, 9-ന്റെ 14 വായിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 10-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് മരിച്ചവരിൽ നിന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് മരിച്ചതും ഒരു വെള്ളിയാഴ്ചയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ലോക ചുമന്നുകൊണ്ട് നടന്ന ഒരു മനുഷ്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ സരോജിനി നായിഡു മരിച്ചതും ഒരു വെള്ളിയാഴ്ചയാണ്. സ്തോത്രം. സരോജിനി നായിഡുവിനെ അടക്കം ചെയ്തു, യേശു കർത്താവിനെ അടക്കം ചെയ്തു. പക്ഷേ പാർട്ടിക്കാർക്കോ രാഷ്ട്രീയക്കാർക്കോ ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊന്നും ഈ സഹോദരിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോ, ഇന്നും ആ കല്ലറ അടഞ്ഞിരിക്കുമ്പോ, അതെ 3-ാമത്തെ ദിവസം
ആമേ സ്തോത്രം, 2 കല്ലറയിൽ 1 പുറത്തു വന്നു. അതാണ് വാഴ്ത്തത്ത പ്രജയായ ഞാനും നിങ്ങളും ആരാധിക്കുന്ന, ലോകം മുഴുവനും കൊണ്ടാഘോഷിക്കുന്ന ആമൻ ഒരു കുഞ്ഞാട് സകലത്തെയും പൊട്ടിച്ചുകൊണ്ട്, സകലത്തെയും ആമൻ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തു വന്നു. അവന്റെ പേരാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. അതാ ഇവിടെ പറയുന്നത്, ഏലിയാവ് മുൻപേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ ആമേൻ വാദിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. ആമേൻ. അതിന് യേശു, ഏലിയാവ് മുൻപ് വന്നു, സകലതും യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു, സത്യം. എന്നാൽ മനുഷ്യപുത്രനെ കുറിച്ച് അവൻ വളരെ കഷ്ടപ്പെടുകയും ഹല്ലേലൂയ ധൈര്യപ്പെടുകയും പ്രൈസ് ദി ലോർഡ് ചെയ്യേണ്ടി വരും എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ. കണ്ടോ, അതിന്റെ 13ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നു, ഏലിയാവ് വന്നു, അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ അവർ ആമേൻ പ്രൈസ് ദി ലോർഡ് തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആഹാബിന്റെ മുമ്പിൽ പോയി എന്ന് പറഞ്ഞു, ഹല്ലേലൂയ, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ആഹാബേ, നീ എത്ര വലിയവനെ ആകട്ടെ, പക്ഷെ എനിക്ക് വിഷയമല്ല. നിന്റെ ഭാര്യ എത്ര വലിയ സ്ത്രീ ആകട്ടെ, അവളുടെ അപ്പൻ രാജാവാകട്ടെ, അവളുടെ അപ്പന് 9 രാജ്യങ്ങളോ 12 രാജ്യങ്ങളോ ഇരിക്കട്ടെ, എനിക്ക് വിഷയമല്ല. പക്ഷെ എന്റെ അപ്പന് എന്നെ ഇവിടെ അയച്ചവനുള്ള രാജ്യമുണ്ടല്ലോ. നീയും ആമേൻ നിന്റെ ഭാര്യയുടെ അപ്പനും കൂടെ കൂട്ടി ആമേൻ കുണിച്ചു നോക്കിയാലും ഇതിന്റെ അടുത്തൊന്നും എത്തത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ആണ്ടുകളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യിലിട. ദൈവം പറയുന്നത് പോലെ പറയാൻ ആ കാലഘട്ടത്തിൽ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം യോനയുടെ കാലഘട്ടം, യോനയ്ക്ക് പോയി പറയാൻ പേടിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? പേടിച്ച് അവൻ ദൈവവുമായിട്ട് കണക്ഷൻ വിട്ട് ദൈവത്തിന്റെ ഫേവറിൽ നിന്നുകൊണ്ട് അവൻ മാറി സഞ്ചരിച്ചു. അപ്പോഴാണ് അവൻ കുടില് കെട്ട് യോന കുടില് കെട്ടിയിട്ട് ദൂരെ നിന്ന് നോക്കുകയാണ്. എന്തെന്നറിയാമോ? ആ പട്ടണത്തിൽ എന്ത് സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് നിന്നെ എന്നെ നോക്കുന്ന അങ്ങനെയല്ലേ? നിന്റെ കുടുംബത്തെ നോക്കി നാളെ നിനക്കെന്ത് സംഭവിക്കും? ഹല്ലേലൂയ. നിനക്കെന്ത് സംഭവിക്കും? നിനക്കെന്ത് സംഭവിക്കും? നിന്റെ രാജ്യത്തെന്ത് സംഭവിക്കും എന്നല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്നെ എന്നെ കാണുന്ന 10,000 കണ്ണുകളുണ്ട് കേട്ടോ. ഇന്ന് രാത്രി യോനയെ വിളിച്ച്, യോന ദൈവത്തിന്റെ ഫേവറിൽ നിന്ന്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന്, ദൈവത്തിന്റെ ദൗത്യത്തിൽ നിന്ന് അവൻ മാറി സഞ്ചരിച്ചപ്പോൾ ആമേ സ്തോത്രം, ദൈവത്തിന് അവന്റെ കാൽപാദം അവിടെ ഊന്നേണ്ടതായതുകൊണ്ടും ആമേ സ്തോത്രം, ദൈവം യോനയിൽ കൂടെ നിലവേൽ പട്ടണം പിടിച്ചെടുക്കണമെന്ന് ദൈവത്തിന് യോനയിൽ ഒരു പ്രവൃത്തി അയച്ചത് കൊണ്ടും യോന പേടിച്ചു മാറിയിരുന്നെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ചെയ്യേണ്ടി വന്നു. ദൈവം ചെയ്തു, ഇനിയും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അയ്യോ വൈതലേ, ഇന്ന് രാത്രി പറയട്ടെ, നിന്നിൽ കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ അത് തമ്പുരാൻ ചെയ്യും. ഹല്ലേലൂയ. എത്ര പ്രശ്നങ്ങൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും, ദൈവത്തിന് നിന്നിൽ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഇന്ന് രാത്രി പറയുന്നത്? ദൈവത്തിന് നിന്നിൽ കുറിച്ചൊരു പദ്ധതി ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ തമ്പുരാൻ അത് ചെയ്യും. അത് ചെയ്യാതെ തമ്പുരാൻ പോകത്തില്ല. ഈ രാത്രി ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് അന്നാമ അമേൻ എന്ന ഡിവേഴ്സ് ഇരിക്കുന്ന ദൈവദാസിയെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിത്രശലഭം കാണാൻ നല്ല ഭംഗിയാ അല്ലേ? ഭയങ്കര ഭംഗിയാ. ആമേൻ. പക്ഷെ അത് ഭംഗിയോടെ പുറത്തു വരാൻ കുറച്ച് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു. എന്ത് കഷ്ടപ്പാടെന്നറിയാമോ? അതിന്റെ അമ്മ അതിനെ ഒരു പ്യൂപ്പയ്ക്കകത്ത്, ഇലയുടെ മറവിൽ ഒരു പ്യൂപ്പയ്ക്കകത്ത് അതിനെ ആമേൻ മുട്ടയിട്ട് സൂക്ഷിച്ചത്. ഹല്ലേലൂയ. കൊടുങ്കാറ്റുകളും തിരമാലകളും ഘോരഘോരമായി ഈ ചെടിയുടെ മുകളിൽ അടിക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ചെടിക്കൊന്ന് പറയാൻ കഴിയും, ഞാൻ ഒന്നിനെ വഹിക്കുന്നുണ്ട്, ഞാൻ ഒന്നിനെ ചുമന്നുകൊണ്ടിരിക്കുക, ഇതിനകത്ത് മുട്ട ഇരിപ്പുണ്ട്, അനേക മുട്ടകളൊന്നുമില്ല, ഒറ്റ മുട്ട ഇതിനകത്ത് ഇരിപ്പുള്ളൂ, കാറ്റേ നിനക്കെന്റെ ശിഖരത്തെ ഒടിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഇതിനെ പ്രൈസ് ദി ലോർഡ് ഇതിനെ സൂക്ഷിച്ച
സൂക്ഷിച്ച് മഴയ്ക്കോ കാറ്റിനോ പേമാരിക്കോ ഇതിന് വിട്ടുകൊടുക്കാതെ ഇത് സൂക്ഷിച്ച് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇത് ആ പ്യൂപ്പ് പൊട്ടി അതൊരു പുഴുവായി നിലത്തു വീണു. ഹല്ലേലൂയ. തീർന്നില്ല കേട്ടോ. ഈ പുഴുവായി നിലത്തി വീണപ്പോൾ അന്നമ്മ എന്ന കർത്താവിന്റെ ദാസിയെ മാത്യു ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഇത് പുറത്തു വീണപ്പോൾ അതിനെ കൊന്നുകളയാറുണ്ടല്ലോ ചില ഉറുമ്പുകൾ വട്ടമിട്ട് അതിനെ ചുറ്റി പിന്നി ഇതിനെ തകർത്ത് കളയും. ഉറുമ്പരിച്ചു ആമേൻ അതിനെ തീർത്ത് കളയാനുള്ള പദ്ധതിയായി. പക്ഷേ ആമേൻ പ്രൈസ് ദി ലോർഡ്, ഉറുമ്പും തോറ്റുപോയി. കാരണം ഇതിന്റെ മേൽ വാഴ്ത്തത്വമുണ്ട്. ഇത് ഇതുവരയ്ക്കും ഒന്നിനും കൊടുക്കാത്ത വർണ്ണ ഭംഗിയുള്ള ചിറകുകൾ ഇതിന് വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചില മണിക്കൂറുകൾ ഇതിനെ വേദനിപ്പിച്ച് ഇതിന്റെ രക്തങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് വന്ന് ഇത് പുഴുവല്ലേ ഇതിനെ കൊന്നുകളയാമെന്ന് പറഞ്ഞ് ഇത് പിന്നെ ചലനമറ്റ് മണ്ണിലേക്ക് ഇത് അതിന്റെ ശരീരം മണ്ണുമായി ലയിച്ച് രക്തവും മണ്ണും കൂടെ കലർന്ന് ഇതൊരു വല്ലാത്ത അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്ന് ചിറകുകൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതിനെ കടിച്ച് കീറിയതും ഇതിനെ കൊത്തി മുറിവേൽപ്പിച്ചതും ദൂരത്ത് മാറി നിന്ന് നോക്കിയിരിക്കുമ്പോൾ, നിന്റെ മരണം കാണാൻ കൊതിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഫേവർ ഇതിനകത്തേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ പുഴുവിനെ കണ്ട് ദൂരെ മാറിയിരുന്നു കൊണ്ട് പരിഹസിക്കുന്ന ചില വ്യക്തികളെ അവിടെ കാണിപ്പാനിടയായി. ഉടമന രകൽക്കന വൈഡമന ജൂഡമന ഹസ്തര് എന്തോ ദൈവാത്മാവ് വെളിപ്പാടാൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രി ചില വിടുതലുകൾ പകർന്നുകൊണ്ടിരിക്കുക. ഈ 10 days ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ചില കുടുംബത്തിൽ നിന്ന് മരണങ്ങളെ വരെ തമ്പുരാൻ മാറ്റിക്കൊണ്ടിരിക്കുക. ചില പേപ്പേഴ്സുകൾ തമ്പുരാൻ സ്തോത്രം ക്രമീകരിക്കുന്ന വർഷമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി തീർന്നില്ല കേട്ടോ. ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ വർണ്ണ ഭംഗിയുള്ള ചിറകുകൾ മുളയ്ക്കാൻ തുടങ്ങി. ഇത് ചിറക് മുളച്ച് പുറക്കേണ്ട സമയമായപ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ചു. ഹല്ലേലൂയ. ഒരു കൊടുങ്കാറ്റടിച്ചപ്പോൾ ഇതിന്റെ ശരീരത്തിൽ പറ്റിയിരുന്ന രക്തവും ഈ മണ്ണുമായി പറ്റിയിരുന്ന മണ്ണുണ്ടല്ലോ, ഇത് അങ്ങോട്ട് മാറാൻ തുടങ്ങി. ഇത് അതിന്റെ ശക്തിയോടെ ചിറകടിച്ച് അതങ്ങ് ഉയരുവാനിടയായി. സ്തോത്രം. അത് പറന്നുയർന്നപ്പോൾ ഹല്ലേലൂയ ഈ താഴെ അന്ന് ഇതിനെ വേദനിപ്പിച്ച് മാറിയിരുന്നതിനെ ഇതിന്റെ മരണം കാണാൻ കൊതിച്ച ചില വ്യക്തികൾ പാത്തിരിക്കുക മാളത്തിനകത്ത്. ഈ കൊടുങ്കാറ്റിലും അത് പാത്തിരിക്കുക. പക്ഷെ ഈ കൊടുങ്കാറ്റിലും സ്തോത്ര കർത്താവിന്റെ ദാസിയെ ഇത് ചിറകടിച്ച് പറന്നുയർന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയുന്നു, ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും ആ കൊടുങ്കാറ്റിലും നീ തകർന്നു പോകത്തില്ല. അത് തകരാനുള്ള കൊടുങ്കാറ്റല്ല. നിന്നെ പുറത്തു കൊണ്ടുള്ള കൊടുങ്കാറ്റായ ചില വേദനയ്ക്കപ്പെടുന്ന കൊടുങ്കാറ്റാ, ചില വിഷമിപ്പിക്കുന്ന കൊടുങ്കാറ്റാ. ഓ പ്രൈസ് ദി ലോർഡ്. എല്ലാവരും മാറി എന്ന് പരിഹസിക്കുന്ന കൊടുങ്കാറ്റാ. പക്ഷെ കൊടുങ്കാറ്റിനകത്തു നിന്നും തമ്പുരാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നെന്ന് ദൈവാത്മാവിന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. ശൂഡമന റിഗമന വൈഡമന ജൂഡമന റിഗൽഖന വൈഡേ റിഗൽഖന ജൂഡമന വൈഡ റിഗൽഖനാദി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ എത്രയോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു. എന്നെ ചേർത്ത് പിടിക്കേണ്ടവർ, ഓ എന്റെ കണ്ണീരൊപ്പേണ്ടവർ, ഓ പ്രൈസ് എന്റെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവും അസ്ഥിക്ക് അസ്ഥിയുമായത് എന്നെ ചേർത്ത് പിടിക്കേണ്ട സമയത്തും ഉടമന റിഗൽഖന വേദമന റിഗൽ പ്രൗഢമരക്ഷം എന്ന് രാത്രി തമ്പുരാൻ പറയുന്നു. ആ കൊടുങ്കാറ്റിലും സ്തോത്രം ചിറകുകൾ അടിച്ച് പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി മാതാവേ കർത്താവിന്റെ അഭിഷേകത്തെ നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുകയാ. ഓ റിബലമ ശംഭവരാജകൽക്കനാദി. ഓ വർഷങ്ങളിൽ എടുക്കുന്ന തീരുമാനം വേണ്ട. ഇന്ന് രാത്രി ഒരു പുത്തൻ ഫേവർ വെളിപ്പെടട്ടെ. ദൈവത്തിന് നിങ്ങളുടെ ശബ്ദം വേണം. നിങ്ങളുടെ ശബ്ദം ദൈവത്തിന് വേണം. നിങ്ങളുടെ ശബ്ദം ചില ചെവികൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ശബ്ദം ചില വ്യക്തികൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ശബ്ദം ചില വ്യക്തികൾക്ക് ഇന്ന് രാത്രി ആവശ്യമാണ്. നിങ്ങളുടെ കൈത്താങ് ചില വ്യക്തികൾക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് ഉന്നതങ്ങളിൽ ഇരുത്തുന്ന രാത്രിയെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞാൽ എത്ര പേർ നല്ല ആമേൻ പറഞ്ഞ് സ്വീകരിക്കും?
ചൂടമന രഗമന ശംഭവ രഗൽഖനാദി. കേൾക്കണമേ, രഘബിനെ വെട്ടിയ ദൈവ ശബ്ദം ഇന്ന് രാത്രി ഇതിരി കൂട്ടായ്മയ്ക്കകത്തിരിക്കുന്ന ദൈവവൈതലെ രഘബിനെ വെട്ടി ദൈവ ശബ്ദം പുറത്തു കൊണ്ടുവന്നതുപോലെ ദൈവത്തിന്റെ ഫേവറിന് വിരോധമായിരുന്ന രഘബ് എന്ന ശക്തിയെ വെട്ടി വീഴ്ത്തിയിട്ട് ദൈവം ചിലതിനെ ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പുറത്തു കൊണ്ടുവന്നതുപോലെ ഉടബാലിസിയാണ്ടി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ആമേ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ചിലത് ശേഷിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷിത ഗണം പുറത്തു വരേണ്ടതായി ഉണ്ട് കേട്ടോ. ഇപ്പൊ ആമേ സ്തോത്രം, ഇപ്പോ നിൽക്കുന്ന ഈ തലത്തിൽ നിന്ന് ഇപ്പോ നിൽക്കുന്ന അതേ പ്രൈസ് ദി ലോർഡ് ഫേവറിനകത്ത് നിന്ന് തമ്പുരാൻ ഒരു ഫേവറിലേക്ക് തമ്പുരാൻ ഷിഫ്റ്റ് ചെയ്യുന്ന നാൾ വിദൂരമല്ല. ഉടബാരകൽക്കന വൈഡവരാജകൾ പ്രൗഢവരക്ഷ. ഹല്ലേലൂയ, ആമേൻ. എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, രഘബ് എന്ന് പറഞ്ഞ വലിയൊരു സൈന്യമാ. പക്ഷേ അതിന്റെ തലയെ തകർക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് രാത്രി ലിസിയാൻഡി ശക്തമായി പ്രാർത്ഥിക്ക്. ഈ 10 ദിവസം ഈ ഫാസ്റ്റിംഗ് വരെ കഴിഞ്ഞതിന് മുമ്പ് ദൈവം കുടുംബത്തിനകത്ത് ദൈവം ചിലതിനെ ആമേൻ സ്തോത്രം പണിത് പുറത്തു കൊണ്ടുവരുന്ന നാഴിക വിദൂരമല്ല. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നു, വേക്കറിൽ ഊന്നി ഊന്നി നടക്കുന്ന ചിലതിന് തമ്പുരാൻ അസ്ഥികളെ ബലപ്പിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് തമ്പുരാൻ ഇന്ന് രാത്രി ആലോചന പറയാ. കുറെ നാളായില്ലേ വേക്കറിൽ തള്ളിക്കൊണ്ട് പോയിട്ട്. എന്നാൽ ഇന്ന് രാത്രി ലിസിയാൻഡി ദൈവാത്മാവ് എന്തോ എന്നോട് അങ്ങനെ പറയുന്നു, അങ്ങനെ പറയാൻ പറയുന്നു. അങ്ങനെ പറയാൻ പറയുന്ന ദൈവമാണെങ്കിൽ അത് ഏറ്റെടുക്കുന്നെങ്കിൽ നല്ലൊരു ആമയം പറഞ്ഞോ. വേക്കറിനെ കേട്ട് ദൂരെ എറിഞ്ഞിട്ട് ദൈവത്തിന്റെ ഫേവർ കുടുംബത്തിൽ വെളിപ്പെടുത്താൻ പോകുക. ആമേൻ. എന്റെ കർത്താവ് ഇന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഒരു മൈഗ്രെയിൻ തലവേദന മാത്രം മാറ്റുന്ന ദൈവമല്ല, ഹാർട്ട് വരെ നമ്മൾ പോലും അറിയാതെ ആമേൻ മാറ്റി വെക്കുന്ന ഒരു ദൈവമാ. ആമേ എന്തിന് 2 കാൽമുട്ടിന്റെ ചിരട്ട വരെ നമ്മൾ പോലും അറിയാതെ മാറ്റി പണിയുന്ന ദൈവമെങ്കിൽ ആമേ ഇന്ന് രാത്രി 90-ഉം 100-ഉം വയസ്സായതിന്റെ ശരീരത്തിന്റെ നിർജീവ അവസ്ഥ കണ്ട് മാറിപ്പോകാത്ത ദൈവം 75 വയസ്സിൽ പറഞ്ഞ ദൈവാലോചന 100 വയസ്സിൽ നിറവേറ്റിയെങ്കിൽ പ്രായം ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന്റെ ഫേവറിൽ എപ്പോഴാണോ വരുന്നത് അപ്പോൾ ലിസിയാൻഡി കുടുംബത്തിനകത്ത് ചില ദൈവം പുറത്തു കൊണ്ടുവരും. ജുഡമന ഋതന ശബലേ രിഗൽഖന ജൂഡവരം ധനാഘര. മുമ്പിലേക്ക് വരാം. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 1:1 നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നാം ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ ഒരു ദൂത് വായിച്ചേ. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം. അടുത്ത 3-ാമത്തെ വാക്യം പറയും, നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന നിശ്ചയം നീ അറിയേണ്ടതിന്. മതി. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് മതി. സ്തോത്രം. ഹല്ലേലൂയ. ചിലതൊക്കെ ദൈവാത്മാവ് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക, ഭരമേൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. എന്താ ഭരമേൽപ്പിക്കുന്നത്? ഇവിടെ പറയുന്നത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാള് വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. അപ്പോ ഈ വർഷം കഴിയും മുൻപേ നിങ്ങളിരിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ സ്വീകരണ മുറിക്കകത്ത് പ്രവാചകന്മാർ കയറാൻ പോകുകയാ. സ്തോത്രം പറ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് പ്രവാചകൻ കയറാൻ പോകുകയാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഇപ്പോ ഒരു പ്രവാചകനെയൊക്കെ വിളിച്ചൊരു വീട്ടിനകത്ത് നമ്മുടെ വിഷയത്തിന് ഒരു പ്രാർത്ഥനയെ ക്രമീകരിക്കണേ വലിയ എമൗണ്ടൊക്കെ ആവും. പക്ഷേ ഇന്ന് രാത്രി അതൊന്നും ഇല്ലാതെ നമ്മൾ ഇതിനകത്ത് ഓരോ പ്രവാചകന്മാർ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വരുമെന്ന് പണ്ടേ ഇതിനകത്ത് മലാക്കി പ്രവാചകൻ ഈ പഴയ നിയമം നിർത്തുമ്പോൾ തന്നെ 39-ാമത്തെ പുസ്തകം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന ഒരു ദൂത് കണ്ടോ? പ്രവാചകന് നിങ്ങളുടെ ഇടയിൽ ദൈവം അയക്കുമെന്ന്. ആമേൻ.
പുറത്തു വരേണ്ട സമയത്തിന് അല്പം മുൻപ്, ആമേ തെറ്റിപ്പോകേണ്ട സമയത്തിന് അല്പം മുൻപ് നീ തെറ്റിപ്പോകും എന്ന് പറഞ്ഞ് തിരുത്താൻ ഒരു പ്രവാചകൻ നിന്റെ കുടുംബത്തിനകത്ത് വരുമെന്ന തമ്പുരാൻ ഇന്ന് രാത്രി ദൂത് കൈമാറിയത്. മലാക്കി 3:1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു വാക്ക് പറയുന്നത്, എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ പ്രൈസ് ദി ലോർഡ് ആമേൻ അന്വേഷിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് ആമേൻ ഇഷ്ടപ്പെടുന്ന ആമേൻ മുദ്രയിടേണ്ടതിന് ആമേൻ പ്രൈസ് മായ്ക്കാൻ പെട്ടെന്ന് ഹല്ലേലൂയ തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇതാ അവൻ ഇന്ന് രാത്രി വരുന്നു രാജ്യങ്ങളെ നോക്കുവാൻ, കോട്ടകളെ ഇടിക്കുവാൻ, ചിലതിനെ മുദ്രയിടുവാൻ. ഇന്ന് രാത്രി നിന്റെ നെറ്റിയിലെ മുദ്രകളെ പതിപ്പിക്കുന്നതിന് മുൻപ്, ദുഷ്ടൻ മുദ്രകളെ പതിപ്പിക്കുന്നതിന് മുൻപ് കുഞ്ഞാടിന്റെ രക്തമെന്ന മുദ്ര ചിലരെ ഇന്ന് രാത്രി ഇട്ട് പുറത്തെടുത്ത് ദേശങ്ങളും രാജ്യങ്ങളും പട്ടണങ്ങളും അറിയത്തക്ക തലത്തിൽ ദൈവം പുറത്തു കൊണ്ടുവരുന്ന നാഴിക വിദൂരമല്ലെന്ന് മലാക്കി പ്രവാചകൻ പിന്നെയും ആവർത്തിച്ച് ദൂത് വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി മറന്നു പോകരുത്. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കൂ. ഇവിടെ എന്താ വായിച്ചെന്നറിയാമോ? യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ. ഹല്ലേലൂയ. ഇനി ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജൻ താങ്ങത്തില്ല. ഹല്ലേലൂയ. ഒരു ദേശം 5 വില്ലേജുകൾ ഒരുമിച്ച് ഈ 2024 എടുത്തൂത്ത് തുടച്ചു കൊണ്ടുപോയി ഒരു പുല്ലുപോലും കിളിർക്കുവാൻ വിട്ടുകൊടുക്കാതെ സകലത്തെയും നശിപ്പിച്ചു കളഞ്ഞ ഒരു രാത്രി. ഹല്ലേലൂയ. ഇതാ വരാൻ പോകുന്നു. ഇതിനേക്കാൾ ഭയങ്കരമായത് വരാൻ പോകുന്നു. സ്തോത്രം. 8 ജില്ലകൾ ഒരുമിച്ച് സ്തോത്രം കോർത്തിണക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു രാത്രി കണ്ണടച്ച് തുറന്നെണീക്കും മുൻപേ സ്തോത്രം. അതിനെന്ത് പറയുന്നു? കണ്ണിമ വെട്ടുന്നതിന് മുമ്പേ ദൈവപ്രവൃത്തി അയക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വരവായില്ല എന്നല്ലേ പറയുന്നേ? കർത്താവിന്റെ വരവായി. 2000 തുടങ്ങിയത് വരവ്. 75 വന്നില്ലേ? കുറെ പേരെ കൊണ്ടുപോയില്ലേ? 86 വന്നില്ലേ? ഏകദേശം 1000ങ്ങളെ കൊണ്ടുപോയില്ലേ? 2001 വന്നില്ലേ? കൊണ്ടുപോയില്ലേ? 2004 സുനാമി വന്നില്ലേ? 2003-4 സുനാമി കാലഘട്ടമായിരുന്നില്ലേ? കർത്താവ് വന്നില്ലേ? കൊണ്ടുപോയില്ലേ? എന്തിനേറെ 2021 കർത്താവ് വന്നില്ലേ? വന്നു. എന്താ കാര്യം? വന്ന് കുറെ കൊണ്ടുപോയില്ലേ? 2023 വന്നില്ലേ? 24 തീർന്നില്ല, വന്നില്ലേ? ഇനിയും വരും തമ്പുരാൻ. ഹല്ലേലൂയ. ഒരുമിച്ചെടുത്താലേ പ്രശ്നമുള്ളൂ. 10,000, 10,000, 20,000, 30,000 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ആ നാളിന് മുൻപേ അകത്ത് കയറാൻ ഇന്ന് രാത്രി തയ്യാറാകുന്നവർ അവരാമയം പറഞ്ഞോ. ഹല്ലേലൂയ. മലാക്കി 2:17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു. 2:17 ഹല്ലേലൂയ ഒന്ന് വായിക്കാമോ? 2:17 ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. മതി. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. ഒരു കൊടുങ്കാറ്റ് വന്ന് അടിച്ചു മാറുന്നത് പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തിരിക്കുന്ന ഈ കുടുംബങ്ങൾക്കകത്ത് ദൈവം വെളിപ്പെടുത്തട്ടെ. ചുടമനമന റിഗമന ശമനമരഗതുനി. ഇവിടെ വായിച്ചു ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദിവസം വലിയതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഹല്ലേലൂയ.